ഓം ഗ്രീം കുട്ടിച്ചാത്ത എന്ന് വിളിച്ചാൽ മായാവി ഡിവിഷനിൽ എല്ലാവിടെയും എത്തും. ശരിക്കുള്ള പേര് മായാവി എന്നാണ്. വി എൻഷിലാണ്. ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. എല്ലാവരും വിളിച്ച് മായാവി എന്നായി. ഈ സ്രാങ്കിന്റെ ശിഷ്യാണോ? അത് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ആശാനെ കാണണം എന്ന് പറയുന്നുണ്ട്. റോളുകൾ ഞാനൊത്തിരി ആസ്വദിക്കുന്ന ഒരാളാണ്. എനിക്കതൊത്തിരി ഇഷ്ടമാണ്. സ്വന്തം പേരുകൊണ്ട് വൈറലായ ഒരു സ്ഥാനാർത്ഥി കൂത്താട്ടുകുളം നഗരസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. കൂത്താട്ടുകുളം നഗരസഭ 26-ാം ഡിവിഷൻ ഇടയാറിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി മായ എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല, ഇനീഷ്യൽ കൂടി പറയണം. മായാവി അല്ലേ? ശരിക്കും പേര് മായാവി തന്നെയാണോ അതോ വല്ല മായൻകുട്ടി വി തന്നെ അങ്ങനെ അങ്ങനെയാണോ? കളിയാക്കിപ്പോൾ അങ്ങനെ ആളുകൾ പറയുന്നതാണ്. ശരിക്കുള്ള പേര് മായാവി എന്നാണ്. വി എൻഷിലാണ്. ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. എല്ലാവരും വിളിച്ച് മായാവി എന്നായി. ഇപ്പം എല്ലാവരും മായാവി തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പം എല്ലാവരും പണ്ട് തൊട്ട് എല്ലാവരും മായാവി തന്നെയാണ് വിളിക്കുന്നത്. ഈ സ്രാങ്കിന്റെ ശിഷ്യാണോ? അത് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ആശാനെ കാണണം എന്ന് പറയുന്നുണ്ട്. പരസ്യമായി ഗുരുപൂജ ചെയ്യലുണ്ടോ? ആ പരസ്യമായിട്ട് ഗുരുപൂജ ആവശ്യപ്പെട്ട് കുറേ പേര് കമൻറ്റ് ബോക്സ് വരുന്നുണ്ട്. ട്രോളുകളിൽ നിറഞ്ഞുവല്ലോ. അപ്പോൾ ട്രോളുകൾ ഞാനൊത്തിരി ആസ്വദിക്കുന്ന ഒരാളാണ്. എനിക്കതൊത്തിരി ഇഷ്ടമാണ്. ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഈ പേര് ശ്രദ്ധിക്കപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പായപ്പോഴാണോ അതോ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ മായാവി എന്ന് വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതിനു മുമ്പ് ഞാൻ മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. അപ്പോൾ തൊട്ട് എല്ലാവരും മായാവി എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഈ ഇലക്ഷൻ്റെ ഒരു 2-3 പോസ്റ്ററുകൾ കണ്ടപ്പോഴാണ് കുറേ കൂടി ഇത് ആളുകളിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു. ട്രോളുകാർ ഏറ്റെടുക്കുന്നത്. ഈ ഇലക്ഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴാണ് ആളുകൾ ഏറ്റെടുത്തല്ലേ? അതെ. എൻ്റെ ഒരു പോസ്റ്റർ വന്നപ്പോഴാണ് ഏറ്റെടുത്തത്. ആ പോസ്റ്റർ വല്ലാതെ വൈറലായി. ശരിക്കും അത് വല്ലാതെ കുറേ പേരിങ്ങനെ എന്നെ മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് ഞാനും എനിക്ക് എന്തെങ്കിലും പറ്റി ഇവർക്ക് എന്ത് പറ്റിയെന്നൊരു ചിന്ത വന്നത്. അപ്പോൾ ഇപ്പോൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ആളുകളോട് പേര് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ ഒരു സന്ദർഭം? എങ്ങനെ? അത് ചേച്ചിമാർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും മായാവിയാണെന്ന്. പിന്നെ മായാവി എന്നൊരു പേരല്ലാണ്ട് പലരും ചിരിക്കുമ്പോൾ ആ ചിരിയിലൂടെ അവരിലേക്ക് നമുക്ക് പെട്ടെന്ന് ചെല്ലാനൊരു മാർഗം കൂടി പേര് കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്. വോട്ടർമാരൊരാളും പേര് മറക്കില്ല അല്ലേ? പേര് മറക്കില്ല. മായാവി എന്നാണ്ട് അങ്ങനെ മറക്കുമല്ലോ. ഈ ട്രോളുകളോടൊക്കെ എങ്ങനെ കാണുന്നു? ട്രോൾ ഇത്രയും അധികമായി കേരളം മുഴുവൻ അറിഞ്ഞു ഇന്ന ഒരു സ്ഥാനാർത്ഥിയെ എങ്ങനെ കാണുന്നത്? ഞാൻ ട്രോളുകളൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പകലൊക്കെ ഇങ്ങനെ പ്രചരണമായിരിക്കും. എന്നാലും കുറേ പേര് എന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റോറി ആക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല, മിക്കതിനും ഞാൻ കാണുന്നതിനൊക്കെ ഒരു തമാശ രീതിയിൽ ഞാൻ ട്രോളുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓം ഗ്രീം കുട്ടിച്ചാതാന്ന് വിളിച്ചാൽ മായാവി ഡിവിഷനിൽ എവിടെ എത്തും? അത് ഞാൻ ചേച്ചിമാരോട് പറയാറുണ്ട്. ഓം ഗ്രീം കുട്ടിച്ചാത്താന്ന് വിളിച്ചാൽ ഞാനവിടെ എത്തും. നിങ്ങൾ വിളിക്കാതിരിക്കരുത്, വിളിക്കണം എന്നാണ് പറയാറുള്ളത്. എന്ത് കാര്യത്തിനും ഒപ്പുണ്ടാവും? അത് തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടാവും. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. ഇപ്പോൾ ഇത്രത്തോളം വൈറലായതിന് പിന്നാലെ ഒരുപാട് കോളുകൾ പല ഭാഗത്തൊക്കെ വരുന്നുണ്ടാവും. ഇങ്ങനെ ഇല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ മായാവി ശരിക്കുള്ള പേരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വി മായ എന്നല്ലേ, നിങ്ങൾ ഇങ്ങനെ ആക്കിയതല്ലേ എന്നൊക്കെ. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ കൊണ്ട് പബ്ലിഷ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് പറയണം. ശരിക്കും എൻ്റെ റെക്കോർഡിക്കൽ നെയിം മായാവി എന്ന് തന്നെയാണ്. അല്ലാതെ അത് ഞാൻ ചുമ്മാ കൈന്നിട്ട് കളിക്കണമൊന്നുമല്ല. മായാവി വി ഉള്ളത് അമ്മയുടെ പേരാണ്? എൻ്റെ അമ്മയുടെ പേരാണ്, വാസന്തി എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റുകളിലെല്ലാം ഇതേപോലെ മായ എന്ന് കഴിഞ്ഞ് വി ആണ്. അതെ, മായ കഴിഞ്ഞിട്ട് വി ആണ്. ഒരു സ്പേസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഈ പഠനകാലത്തൊക്കെ ഇത്തരത്തിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മായാവി എന്നുള്ള പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മായാവി ക്ലാസ്സിലിങ്ങനെ ടീച്ചേഴ്സ് ആണെങ്കിലും പുതിയ ടീച്ചർമാർ വരുമ്പോൾ അവർക്കൊരു കൗതുകമാണ്. പിന്നെ കൂടെയുള്ള പിള്ളേർ ഇങ്ങനെ മായാവി എന്ന് വിളിക്കും. കൂട്ടുകാർക്കൊക്കെ ലുട്ടാപ്പിന്ന് പേര് വീഴും. അങ്ങനെ ആ ഒരു കാലത്ത് നമുക്ക് നമ്മുടെ ഒരു നൊസ്റ്റു മായാവി അറിവുള്ളായിരുന്നു. പിന്നീട് മമ്മൂക്കയുടെ സിനിമ വന്നപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒരു അപ്പോൾ മായാവി എന്നുള്ള പേര് നേരത്തെ തന്നെ കൂടെയുള്ളവർക്കൊക്കെ അറിയുമായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴാണ് കേരളം മുഴുവൻ അറിഞ്ഞല്ലേ? അതെ. ഞാൻ കുറേ ചാനലുകാർ വിളിച്ചപ്പോഴാണ് ഞാനും അത് അത്രയ്ക്ക് ഇങ്ങനെ ആയോ എന്ന് ചിന്തിച്ചത്. എന്നിട്ട് എന്താ ഈ പ്രചരണമൊക്കെ എവിടം വരെ ആയി? പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങണം. ഇങ്ങനെ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് 2-3 റൗണ്ടുകൾ കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മായാവി പറന്ന് കിടക്കുകയാണല്ലോ. ഏകദേശം ഇപ്പോൾ പറന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ എയറിലിട്ട് പറത്തുന്നുണ്ട്. കൂടാതെ ഞാൻ വാർഡിലും പറന്ന് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വാർഡിലെ കുട്ടികളുടെ റിയാക്ഷനൊക്കെ എങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ? കുട്ടികളുടെ റിയാക്ഷൻ, കുട്ടികൾക്ക് എന്താ കളിപ്പാട്ടം കിട്ടിയ പോലെ. അവരെന്നെ കാണുമ്പോൾ മായാവി എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര കൗതുകമാണ്. പിന്നെ ചേച്ചിമാരോട് ഞാൻ പറയും, ഞാൻ അദൃശ്യമായിട്ട് വന്ന് നോക്കും ആർക്കാ വോട്ട് ചെയ്യുന്നതെന്ന് എന്നൊക്കെ. തമാശയോടെ അവരെയൊക്കെ കയ്യിലൊക്കെ. വാർഡിലെ കുട്ടികളോടൊക്കെ ഏറ്റെടുത്തു. കുട്ടികൾക്ക് ഇതൊരു അടിപൊളി കഥാപാത്രമല്ലേ മായാവി. അപ്പോൾ അവർക്ക് നമ്മൾ വേറൊരാളെ പേര് വിളിക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ എന്നെ കുഞ്ഞു പിള്ളേരായാലും മായാവി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തോന്ന് വിളിയാക്കാൻ തോന്നും. എനിക്കതൊരു അങ്ങനെ ഒരു പേരായിട്ടല്ലേ അത് കിടക്കണേ. അപ്പോൾ പിള്ളേരൊക്കെ അത് നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഓം ഗ്രീം കുട്ടിച്ചാത്ത എന്ന് വിളിച്ചാൽ മായാവി ഡിവിഷനിൽ എല്ലാവിടെയും എത്തും എന്നാണ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അഭിജിത്തിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.